പാറശാല ഷാരോൺ വധക്കേസിലെ ശിക്ഷാവിധിന്മേലുള്ള വാദം കോടതിയിൽ പുരോഗമിക്കുകയാണ്. തുടർ പഠനം ആഗ്രഹിക്കുന്നുണ്ടെന്നും ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നുമാണ് ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മ ആദ്യം ആവശ്യപ്പെട്ടത്. അതിനുശേഷം പ്രോസിക്യൂഷൻ ഒരു അതിശക്തമായ ഒരു വാദത്തിൻ്റെ ഒരു നിരത്തി ഏറ്റവും ഒടുവിൽ പൈശാചികമായ ചിന്താഗതിയാണ്, ഡെവിളിഷ് തോട്ടാണെന്ന് ആവർത്തിച്ചു കോടതിയിൽ. മാത്രമല്ല ഇത് ഒരു യുവാവിനെ, ഒരു ചെറുപ്പക്കാരനെ ഭൂമുഖത്തു നിന്നും അങ്ങേയറ്റം തുടച്ചു നീക്കാനുള്ള ആലോചിച്ചെടുത്ത തീരുമാനമാണ്, ആക്സിഡന്റൽ മർഡർ അല്ല എന്ന് പറയുന്നുണ്ട്. 11 നാൾ ഷാരോൺ അങ്ങനെ കിടന്നു. ആ വേദനയിൽ കൊടിയ വേദന അനുഭവിച്ചാണ്, ഇഞ്ചിഞ്ചായ വേദന അനുഭവിച്ചാണ് ഷാരോൺ മരിച്ചത്. ആ വേദനയിലും വലുതൊന്നുമല്ല ഈ പറയുന്ന രീതിയിൽ ഗ്രീഷ്മയുടെ പഠനാവശ്യങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത് അപൂർവമാണ്, പരമാവധി ശിക്ഷ നൽകണം, വധശിക്ഷ നൽകണമെന്ന വാദം പ്രോസിക്യൂഷൻ അതിശക്തമായി കോടതിയിൽ വാദിച്ചുറപ്പിച്ചത്. അതിനുശേഷം പ്രതിഭാഗം അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ വാദിക്കുന്നത് ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നു വീണ്ടും പറയുന്നു. ഗ്രീഷ്മ ഷാരോണുമായുള്ള ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പലതവണ ശ്രമിച്ചു, ഷാരോൺ വിടാതെ പിന്തുടർന്നു, സ്വകാര്യ നിമിഷങ്ങൾ ഉൾപ്പെടെ ഷാരോൺ സൂക്ഷിച്ചു എന്ന് പറയുകയാണ് കോടതിയിൽ പ്രതിഭാഗം. കിടപ്പുമുറിയിലെ ദൃശ്യങ്ങൾ പോലും ഷാരോൺ എടുത്തു, ഗ്രീഷ്മയ്ക്ക് പിന്നാലെ ഷാരോൺ നടന്നു, ഗ്രീഷ്മയെ സ്വകാര്യ ചിത്രങ്ങൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു, എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുത് എന്ന ഷാരോണിന് വാശി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. സജോ, ഇതുവരെ കേൾക്കാത്ത വാദങ്ങൾ കോടതി മുറിയിൽ ഉന്നയിക്കുന്നത് വധശിക്ഷയ്ക്കുള്ള സാധ്യത പരിഗണിച്ചത് പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലല്ലേ സജോ? ഹാഷ്മി, ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാൻ എല്ലാ തന്ത്രങ്ങളും പുറത്തെടുക്കുകയാണ് പ്രതിഭാഗം എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. ഇക്കാര്യത്തിൽ ഈ കേസിനെ ഒരു നിലയ്ക്കും അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് പരിഗണിക്കരുത് കോടതി. അതായത് ശിക്ഷയുടെ കാഠിന്യം എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ അതിനുവേണ്ടിയുള്ള എല്ലാ വാദമുഖങ്ങളും കോടതിയിൽ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുകയാണ് പ്രതിഭാഗം എന്നതാണ്. അതായത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു കേസിൽ വധശിക്ഷ നൽകുന്നുണ്ടെങ്കിൽ അത് കേസിന്റെ സ്വഭാവം, ക്രൂരത, ആ കുറ്റകൃത്യം സമൂഹത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, ഒപ്പം നേരിട്ടുള്ള തെളിവുകൾ എന്നിവയൊക്കെ വേണം എന്നതാണ് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു സാധ്യത ഈ കേസിലില്ല. അതുകൊണ്ട് സാഹചര്യ തെളിവുകൾ മാത്രമുള്ള ഒരു കേസിൽ പ്രതിക്ക് എങ്ങനെ വധശിക്ഷ നൽകാനാകും? പ്രതിക്ക് സാമൂഹിക വിരുദ്ധ സ്വഭാവം ഉള്ളയാളല്ല, അങ്ങനെ ഒരു ചരിത്രമില്ല. ഒപ്പം ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നു എന്ന കാര്യം വീണ്ടും ആരോപിക്കുന്നു. മറ്റൊന്ന്, ഇതൊരു ടോക്സിക് ബന്ധമായിരുന്നു. ആ ബന്ധത്തിൽ നിന്ന് പലതവണ പുറത്തു കിടക്കാൻ ശ്രമിച്ചു ഗ്രീഷ്മ, പക്ഷേ ഷാരോൺ വിടാതെ പിന്തുടരുകയാണ് ചെയ്തത്. സ്വകാര്യ നിമിഷങ്ങൾ ഉൾപ്പെടെ ഷാരോണിന്റെ കൈവശമുണ്ടായിരുന്നു തുടങ്ങിയ വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്, അതായത് കിടപ്പുമുറിയിലെ ദൃശ്യങ്ങൾ അടക്കം ഉണ്ടായിരുന്നു എന്ന വാദങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത് ഈ ശിക്ഷയുടെ കാഠിന്യം, പരമാവധി ശിക്ഷയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്ന നിലയ്ക്ക് ആ വാദങ്ങളെ സമർത്ഥിക്കാൻ വേണ്ടിയാണ് പ്രതിഭാഗം അത്തരം വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഗ്രീഷ്മയ്ക്ക് പിന്നാലെ അങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ചു, അതുപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പ്രതിഭാഗം വാദിക്കുന്നു. ഗ്രീഷ്മയെ സ്വകാര്യ ചിത്രങ്ങൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു, തനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടരുത് എന്ന വാശി ഉണ്ടായിരുന്നു എന്ന വാദം, അങ്ങനെ ചില ഈ ഘട്ടത്തിൽ സാധാരണഗതിയിൽ ഉന്നയിക്കാത്ത, കോടതിയിൽ ഇത് പ്രതിഭാഗം ഉന്നയിക്കാൻ സാധ്യതയില്ലാത്ത വാദമുഖങ്ങൾ അടക്കം ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ കേസിൽ കടുത്ത ശിക്ഷയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന നിർബന്ധം പ്രതിഭാഗത്തിനുള്ളതുകൊണ്ട് അതിനുവേണ്ടിയുള്ള അവസാനവട്ട പരമാവധി ശ്രമം എന്ന് കണ്ടാൽ മതി.